വിദേശ വാർത്തകളിലേക്ക്. സിറിയയിൽ ഇറാനിയൻ ജനറൽമാരെ കൊലപ്പെടുത്തിയതിന് തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നു. കൊല്ലപ്പെട്ടവരുടെ സംഖ്യ പശ്ചിമേഷ്യയിൽ 33,000 കടന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഭിന്നത തുറന്നു പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഈ അവസരത്തിൽ പി ജെയിംസ് ചേരുന്നു കാര്യങ്ങളെ കൂടുതൽ വിശദീകരിക്കുവാനും അവകാശത്തോടെ സംസാരിക്കാനും. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ് ജെയിംസ്, ഇന്നലെ പ്രേക്ഷകരോട് ഞാൻ ഹായ് 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 എന്ന് 4 തവണ പറഞ്ഞല്ലോ. അല്ല, അപ്പം ഞാൻ ജെയിംസിനോട് പറഞ്ഞത് ജെയിംസിനെ കളിയാക്കാനാണോ എന്നൊരു പ്രേക്ഷകൻ സംശയിച്ചത് കാരണം ഞാൻ ഈ ഹായ് ഹായ് വിത്രോ ചെയ്യുന്നു. നമ്മൾ തമ്മിലുള്ള ഇങ്ങനെയുള്ള ഇന്ററാക്ഷൻ ആണ്. അല്ല, എന്നാലും അതൊക്കെ ശരിയാണെങ്കിലും ഈ പ്രേക്ഷകർക്ക് അത് അലോസരമായാലേ നമുക്ക് ഹായ് എടുത്ത് കളഞ്ഞോളെ. ഓക്കെ, അപ്പൊ ബാക്കി എന്തെല്ലാം സാധനം ബാക്കി കിടക്കുന്നു. അപ്പൊ നമ്മുടെ ഗസയിലെ കാര്യം. യഥാർത്ഥത്തിൽ ഇപ്പൊ യുദ്ധം നടക്കുന്നത് ഇസ്രായേലും ഹമാസും തമ്മിലാണ്. പക്ഷെ ഹമാസിനെ സ്പോൺസർ ചെയ്യുന്നത് ഇറാനാണ്. ഹെസ്ബുള്ളയെ ലെബനിൽ സ്പോൺസർ ചെയ്യുന്നത് ഇറാനാണ്. ഹൂതികൾ യമനിൽ നിന്ന് ചെങ്കടലിൽ ആക്രമണം നടത്തുന്ന മുഴുവൻ ഇറാൻ്റെ സൈന്യത്തിൻ്റെ പിന്തുണയോടെയും ഇറാൻ ആയുധങ്ങളും ഉപയോഗിച്ചാണ്. ഫലത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേൽ വേഴ്സ് ഇറാൻ്റെ പ്രോക്സികൾ തമ്മിലുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്നത് ഇറാൻ ഈ മണിക്കൂറുകളിൽ നേരത്തെ തന്നെ പറഞ്ഞു തുടങ്ങി, ഞങ്ങൾ തിരിച്ചടിക്കും. അത് വളരെ തീവ്രമായിട്ടാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സിറിയയിൽ കയറി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. 40 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇറാൻ്റെ കേന്ദ്രങ്ങൾ, ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സും അതുപോലെ തന്നെ ഹെസ്ബുള്ളയുടെ തലവന്മാരൊക്കെ ഇരിക്കുന്ന കേന്ദ്രത്തിലാണ് ഞങ്ങൾ അടിച്ചതെന്ന് അവകാശപ്പെട്ടിരുന്നു ഇസ്രായേൽ. അതിൽ 2 ഇറാൻ്റെ ജനറൽമാർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വലിയ വാർത്തയായത്. പ്രത്യേകിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈന്യമായിട്ടുള്ള റവല്യൂഷണറി ഗാർഡ്സിൻ്റെ തലപ്പത്തുള്ള 2 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, സുലൈമാനി എന്ന അവരുടെ ഏറ്റവും ശക്തനായിട്ടുള്ള കമാൻഡർ ജനറൽ, അദ്ദേഹം ബാഗ്ദാദിൽ നിന്ന് വിമാനമിറങ്ങി കോൺവോയ് ആയിട്ട് വരുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ കാലത്ത് ലേസർ ഗൈഡഡ് മിസൈൽ വെച്ച് തകർത്ത് കളഞ്ഞ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിരുന്നു. അന്ന് തന്നെ ഇറാൻ പ്രഖ്യാപിച്ചതാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെയൊക്കെ യുദ്ധം നടത്തുമെന്ന്. പക്ഷേ ഇതുവരെ ഉണ്ടായില്ല. എന്തായാലും ഇറാൻ തിരിച്ചടിക്കുമെന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് ഇസ്രായേൽ എടുത്തിരിക്കുന്നു. ഇസ്രായേലിനുള്ളിൽ തന്നെ സൈനിക വിന്യാസം കൂട്ടി അയൺ ഡോമുകൾ സ്ഥാപിച്ചു. ഇറാൻ്റെ ഒരു തിരിച്ചടി ഉണ്ടായാൽ തിരിച്ചടിക്കാൻ തയ്യാറാവണം എന്ന് സൈന്യത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അവരുടെ ലീവ് മുഴുവൻ ക്യാൻസൽ ചെയ്തു. സകല സൈനികരെയും വിളിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ഒരു അടിയന്തരാവസ്ഥ പോലുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. എസ്കെൻ, അതിനിടയിൽ നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഗസയിൽ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാലസ്തീനികളുടെ സംഖ്യ 33,000 കവിഞ്ഞു എന്ന വാർത്ത കൂടി വരുന്നു. 6 മാസത്തിലെത്തുമ്പോൾ 33,000 പേര്, അതിൽ 24,000 പേര് സ്ത്രീകളും കുട്ടികളുമാണ്. അതിൽ 13,000-ലേറെ പേർ കുട്ടികളാണ്, നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്. അതിനിടയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലി പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത് കൊട്ടാരക്കര അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഒരു കാര്യം അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾക്കിനി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണ്. സാധാരണക്കാർ കൊല്ലപ്പെടുന്നു, അവിടെ ഭക്ഷണം എത്തുന്നില്ല, പട്ടിണി കിടന്ന് മനുഷ്യർ മരിക്കുന്നു. ഇപ്പോൾ സൈപ്രസിൽ നിന്ന് 400 ടൺ ഭക്ഷ്യധാന്യങ്ങളുമായിട്ട് ഭക്ഷ്യവസ്തുക്കളുമായി എത്തിയ കപ്പലിലുണ്ടായിരുന്ന ജീവകാരുണ്യ പ്രവർത്തകർ 7 പേരെ ഇസ്രായേലി സേന കാറുകൾ ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തി. അതേ തുടർന്ന് കപ്പൽ തിരിച്ചുപോയി, ഭക്ഷണം അവിടെ എത്തുന്നില്ല. ഈജിപ്ഷ്യൻ ബോർഡറിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരുന്ന 7,000 ട്രക്കുകളാണ് തടഞ്ഞിട്ടിരിക്കുന്നത് ഇസ്രായേൽ. ശരിക്കും ഒരു ഫാമിൻ അല്ലെങ്കിൽ പട്ടിണി ഒരു ആയുധമായിട്ട് ഇസ്രായേൽ ഉപയോഗിക്കുന്നതിനെതിരെ ജോ ബൈഡൻ പൊട്ടിത്തെറിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. അതിനെ തുടർന്ന് 2 റൂട്ടുകൾ തുറക്കാമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് വല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരുന്ന അവസ്ഥയിലാണ്. കാരണം അവിടുത്തെ ഡെമോക്രാറ്റുകൾ തന്നെ ഇങ്ങനെയുള്ള വംശഹത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഗസയിൽ വീണ്ടും ശക്തമായിക്കൊണ്ടിരിക്കെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിയുകയാണ്. എസ്കെൻ, ജെയിംസ്, മറ്റൊരു വാർത്ത വരുന്നത് ഈ മാലദ്വീപിൽ ചൈനയ്ക്ക് സൈനിക താവളം നിർമ്മിക്കാൻ അവർ അനുവാദം കൊടുക്കുന്നുള്ളതാണ്. എന്നാൽ പ്രതിപക്ഷം എതിർക്കുന്നുണ്ട്. ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഒരു സുരക്ഷാ ഭീഷണി തന്നെയാണ് ഇത്തരമൊരു സൈനിക താവളം. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ്കെൻ, ഈ മാലദ്വീപിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു വന്നപ്പോൾ തന്നെ അദ്ദേഹം ഇന്ത്യ വിരുദ്ധനാണ്, ചൈനയ്ക്ക് വലിയ പിന്തുണ പ്രഖ്യാപിച്ചു. ഏത് കാലത്ത് മാലദ്വീപിൽ പുതിയൊരു പ്രസിഡന്റ് വന്നാൽ ഇന്ത്യ ആദ്യം സന്ദർശിക്കും, പിന്നെയാണ് മറ്റു രാജ്യങ്ങൾ സന്ദർശിക്കുക. ഇത്തവണ ഇന്ത്യയിൽ വന്നില്ലെന്ന് മാത്രമല്ല, ചൈനയിൽ പോയി അവിടുത്തെ പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി ചർച്ച നടത്തി, മെമ്മോറാണ്ടം ഒപ്പിട്ട് വന്നു. മെമ്മോറാണ്ടത്തിലെ ക്ലോസുകൾ പലതും
അറിയില്ലായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് അവിടുത്തെ ഹാർബർ എഞ്ചിനീയറിംഗ് എന്ന ചൈനയുടെ വലിയൊരു കമ്പനിക്ക് അവർ അഗ്രികൾച്ചറൽ ആവശ്യത്തിനെന്ന രീതിയിൽ ഇന്ത്യയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ദ്വീപ് കൊടുത്തിരിക്കുന്നു. എസ് കെ ഒരുപക്ഷെ അറിയായിരിക്കും, 1190 ദ്വീപുകളുണ്ട് മാലദ്വീപിൽ. അതിൽ 200 സ്ഥലത്തെ വാസയോഗ്യമായിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇൻഹാബിറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. അതിൽ ഇന്ത്യയോട് അടുത്ത് കൊടുക്കുന്ന ദ്വീപ് കൊടുത്തിരിക്കുന്ന കോർപ്പറേഷനെ കുറിച്ച് അറിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഞെട്ടും. ശ്രീലങ്കയിൽ ഹമ്പൻ തോട്ട തുറമുഖം നിർമ്മിക്കുകയും ചൈനയുടെ സൈനിക ആവശ്യങ്ങൾ അടക്കത്തിന് വേണ്ടി ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരികയും ചെയ്ത അതേ കോർപ്പറേഷൻ തന്നെയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അവർ തന്നെയാണ് ദക്ഷിണ ചൈന കടലിൽ ഒരു ദ്വീപ്, കൃത്രിമ ദ്വീപ് ഉണ്ടാക്കിയിട്ട് അവിടെ ചൈനീസ് സൈന്യത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ചൈനയുടെ സൈന്യത്തിന് വേണ്ടി ഈ തുറമുഖങ്ങളൊക്കെ നിർമ്മിക്കുന്ന കോർപ്പറേഷനാണ് ഇത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ചുറ്റും എസ് കെ എൻ, ശ്രീലങ്കയിൽ ഹമ്പൻ തോട്ട, പാകിസ്ഥാനിൽ ഗൊദാർ പോർട്ട്, അതുപോലെ തന്നെ ദക്ഷിണ ചൈന കടലിൽ അവർ സ്ഥാപിച്ചിരിക്കുന്നു. ഇപ്പം ബംഗ്ലാദേശിൽ പുതിയ നാവൽ കേന്ദ്രം സ്ഥാപിക്കുന്നു. ഇന്ത്യക്ക് ചുറ്റും വളഞ്ഞു പിടിക്കുകയാണ് ചൈന. അതുമാത്രമല്ല, അതിർത്തിയിൽ 3348 കിലോമീറ്റർ അതിർത്തിയിൽ ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെ ചൈന പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വലിയ ഭീഷണിയാണ്. എന്തായാലും ഇന്ത്യക്ക് ആകെയുള്ള ആശ്വാസം അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം മൊയ്സിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ത്യയെ ഉപദ്രവിക്കുന്ന രീതിയിൽ ചൈനയെ വളർത്തുന്നത് ഗുണകരമല്ല. ചൈനയ്ക്ക് ഈ മിലിറ്ററി കേന്ദ്രം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. ചൈനീസ് ചാരക്കപ്പൽ മാലദ്വീപിൽ വന്ന് ഒരുപാട് രഹസ്യങ്ങളും ഗവേഷണങ്ങളും നടത്തിക്കൊണ്ടുപോയി. ഇത് ഇന്ത്യയെയും അതുപോലെ തന്നെ മാലദ്വീപിനെയും ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള അടുത്തുള്ള രാജ്യങ്ങളെയൊക്കെ അവരുടെ സുരക്ഷയെ ബാധിക്കുന്നതാണ് എന്ന രീതിയിൽ പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നു. മൊയ്സ് ഇതുവരെ കുലുങ്ങിയിട്ടില്ല, പക്ഷേ അവിടെ പ്രക്ഷോഭത്തിന്റെ വഴിയിലാണ് കാര്യങ്ങളൊക്കെ. എസ് കെ ജെയിംസ്, ഈ സജി മാങ്കോട് ഒരു തമാശക്കാരനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ തമ്മിൽ ചീത്തവിളി ഉണ്ടായാൽ പോലും അത് കേൾക്കാൻ രസമായിരിക്കും. അങ്ങനെ രസിക്കേണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഈ ജെയിംസ്, മറ്റൊരു കാര്യം, ഈ കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് കൊടുത്ത ഇന്ത്യയുടെ നടപടി ഇപ്പോൾ ശ്രീലങ്കയിൽ വലിയ വിവാദമായിട്ടുണ്ട്. മാത്രമല്ല, ഈ ശ്രീലങ്കൻ നേവി നമ്മുടെ വള്ളങ്ങളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ പിടിച്ചു വയ്ക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഇലക്ഷൻ സ്റ്റണ്ടായി വന്നതാണോ ഈ സംഭവം? എസ് കെ ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ വന്ന് അദ്ദേഹം രാമനാഥപുരത്ത് നിന്ന് മത്സരിക്കുന്നവരെ പ്രചരണം ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ പുതിയ ഒരു വലിയ വിവാദമായി ആളി കത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കച്ചത്തീവ് എന്ന ദ്വീപ് നമ്മുടെ രാമേശ്വരത്ത് നിന്ന് വെറും 16 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരെയാണ്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ 820 മീറ്ററാണ്. അപ്പോൾ ഏതാണ്ട് 30 കിലോമീറ്റർ മാത്രം ദൂരെയാണ് കച്ചത്തീവ്. അത് 1974 വരെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇന്ദിരാഗാന്ധിയാണ് അത് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത്. അതിന് കാരണമുണ്ട്. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ, മറ്റേ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യക്ക് ഏറ്റവും വലിയ രഹസ്യങ്ങൾ ചോർത്തി നൽകിയതും പാകിസ്ഥാൻ്റെ മുങ്ങിക്കപ്പലുകൾ വരുന്നതിനെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ നൽകിയത് ശ്രീലങ്കയാണ്. അന്ന് സിനിമാവോ ബന്ധാര നായിക എന്ന ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ബന്ധത്തിലാണ് കച്ചത്തീവ് വിട്ടുകൊടുത്തത്. അതിൽ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം പിടിക്കാനുള്ള അവകാശം കൊടുക്കണം, അത് കൊടുത്തിരുന്നു. പക്ഷേ 76-ൽ വേറൊരു നിയമം കൂടി പിന്നീട് വന്നു. അവിടെ വർഷത്തിലൊരിക്കൽ നടക്കുന്ന സെൻറ് ആൻറ്റണീസ് പള്ളിയിലെ ഇതിനൊഴിച്ച് ബാക്കി കാര്യങ്ങൾക്കൊന്നും ചെല്ലരുത് എന്നുള്ളൊരു ഇതിൽ പിന്നീട് ഒപ്പിട്ടു. ഇതാണ് വിവാദമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ അത് 10 വർഷം ഭരണത്തിലുണ്ടായിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് ഇത് കൊണ്ടുവന്നിരിക്കുന്നു എന്ന ചോദ്യം മറുപക്ഷത്തുനിന്ന് ഉന്നയിച്ചത് വലിയ വിവാദമായി നിൽക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപകടം, ശ്രീലങ്ക ഇതിൽ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശ്രീലങ്ക ഇന്ത്യയുടെ നിലപാടിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. 1974 മുതൽ ശ്രീലങ്കയുടെ ഭാഗമാണ്, ഞങ്ങളുടെ പരമാധികാരത്തിന്മേൽ തൊട്ട് കളിക്കരുത് എന്ന നിലയിൽ ഇന്ത്യ ശ്രീലങ്ക ബന്ധം അത്യാവശ്യം വലയുന്ന തരത്തിലേക്ക് ഈ വിഷയം ഉയർന്നു വരുന്നു എന്നാണ് അറിയുന്നത്. പ്രധാനമന്ത്രി ഉന്നയിച്ചത് കോൺഗ്രസും DMKയും ഇതിൽ കുറ്റവാളികളാണെന്നാണ്. പക്ഷെ എന്തായാലും ജെയിംസ്, ഈ വിദേശകാര്യ സെക്രട്ടറിമാരായിരുന്ന ചില ആളുകൾ, ശിവശങ്കർ മേനോനെ പോലെയുള്ള ചില ആളുകളൊക്കെ തന്നെ നമ്മൾ വെറുതെ പുലിവാലി പിടിക്കാനാണ് ഇത്തരം പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുന്നതെന്ന രീതിയിൽ നിരുപമറാവു അവരൊക്കെ തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു. എസ് കെ ഈ പറഞ്ഞതിൽ വലിയ കാര്യമുണ്ട്. കാരണം ഈ കച്ചത്തീവ് എന്ന് പറയുന്നത് 1.6 കിലോമീറ്റർ നീളവും 300 മീറ്റർ വീതിയുള്ള ഒരു ചെറിയ ദ്വീപാണ്. ശരിയാ, സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. എസ് കെന് അറിയായിരിക്കും, ക്രൂസഡി ദ്വീപുകൾ എന്ന് പറയുന്ന ദ്വീപ് ഇന്ത്യയിലും ശ്രീലങ്കയിലും ഇടയ്ക്കുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ലോകത്തിലെ വംശഹത്യ നേരിടുന്ന വലിയ ഈ ഡാർവിൻ്റെ സിദ്ധാന്തത്തെ ശരിവെപ്പിക്കുന്ന ചിലത് ഇപ്പോൾ ക്രൂസഡി ഐലൻഡിൽ മാത്രമേ ഉള്ളൂ. സ്പീഡ് ബോട്ടിൽ പോകാം. അതിനോട് കുറച്ച് ദൂരെ തന്നെയാണ് കച്ചത്തീവ് ഇത് കൊള്ളുന്നത്. അവിടെ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് മത്സ്യവും
ഉഭയകക്ഷി ജീവികളും തമ്മിലുള്ള ലിങ്ക്, ഡാർവിൻ്റെ ലിങ്ക് കണ്ടെത്തുന്നത് ഇപ്പോൾ ഈ ക്രൂസഡി ഐലൻഡ്സിനാണ്. അപ്പോൾ കച്ചത്തീവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, അവിടെ കച്ചത്തീവിൽ മത്സ്യം പിടിക്കാൻ പോകുന്ന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നേവി അറസ്റ്റ് ചെയ്യുന്നു. ഇത് പല കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അത് കൂടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ മണിക്കൂറുകളിൽ നടക്കുന്നതെന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ കുറേ പേര് അറസ്റ്റിലാണ്. അതിനെതിരെ നമ്മുടെ ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ തമിഴ്നാടിൻ്റെ ഭാഗത്ത് മറ്റേ മത്സ്യബന്ധനം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വലിയ രീതിയിലേക്കുള്ള ഒരു കൊമോഷനായിട്ട് അത് മാറിയിരിക്കുന്നു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് അല്ലാതെ തന്നെ ലോകമെമ്പാടും ചർച്ചയാണ്. അപ്പോൾ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ലോക മാധ്യമങ്ങളിൽ മുഴുവൻ വാർത്തയാണ്. പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്ന് വലിയ വാർത്തയാണ്. അമേരിക്കയും ഈ ജർമ്മനിയും ഇന്ത്യക്കെതിരെ രംഗത്ത് വന്നു. ജനാധിപത്യത്തെ അട്ടിമറിക്കാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് പറഞ്ഞു. റഷ്യയിൽ ഇത് വലിയ വിവാദമായതാണ്. എന്തായാലും ഇന്ത്യയിൽ ഭരിക്കുന്നവർക്ക് വലിയ തലവേദന നൽകിക്കൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇതിൽ പ്രതികരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ കാര്യമാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ബന്ധമുലയുന്ന തരത്തിലേക്ക് കച്ചദ്വീപ് ദ്വീപിൻ്റെ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു, ബി ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി ബി ജെയിംസ് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ വരും.